ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഹവർ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ബീഫ് മന്തിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കപ്പ് ബസുമതി റൈസ് 20 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആദ്യം റൈസ് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. റൈസ് ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. റൈസ് വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് 3 മാഗി ക്യൂബ് ചേർത്ത് ചെറിയ തീയിലൊന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ചേർക്കുക. മൂന്ന് പച്ചമുളക് ചേർത്തെടുക്കുക. കുറച്ച് കുരുമുളക് കൂടി ചേർത്തെടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ബീഫ് വേവിച്ചെടുത്ത സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കുക. ഒരു ചാർക്കോള് കത്തിച്ചൊന്ന് കനലാക്കി എടുക്കണം. ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കിട്ട് റൈസിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. വീട്ടിൽ വിറക് കത്തിച്ചിട്ടുള്ള കനലായാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്തൊന്ന് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. സ്മോക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ മന്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക. ഇതൊരു ചെറിയ തീയിലൊരു 15-20 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പുറത്തുനിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ്
ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.